ഹലോ ഫ്രണ്ട്സ്, നമുക്ക് സ്റ്റാച്യു ഓഫ് യൂണിറ്റി കാണാൻ പോയാലോ? ഓൺലൈൻ വഴി ടിക്കറ്റ് എടുക്കാത്തതിനാൽ അവിടെയുള്ള കൗണ്ടർ വഴി നേരിട്ടാണ് ഞാൻ ടിക്കറ്റ് എടുത്തത്. പ്രതിമയുടെ അടുത്ത് പോകണമെങ്കിൽ നമുക്ക് എൻട്രി ടിക്കറ്റ് ആവശ്യമാണ്. ഞാൻ വ്യൂയിങ് ഗാലറി ടിക്കറ്റും ജംഗിൾ സഫാരി ടിക്കറ്റുമാണ് എടുത്തത്. വ്യൂയിങ് ഗാലറി ടിക്കറ്റ് എടുത്താൽ നമുക്ക് പ്രതിമയുടെ മുകളിലത്തെ വ്യൂ ആസ്വദിക്കാൻ കഴിയും. അതിന് 380 രൂപയാണ് ആയത്. അതല്ല 150 രൂപയുടെ എൻട്രി ടിക്കറ്റ് മാത്രമാണ് എടുത്തതെങ്കിൽ നമുക്ക് പ്രതിമയുടെ അടുത്ത് വരെ പോകുവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഞാൻ ടിക്കറ്റും എടുത്ത് സെക്യൂരിറ്റി ചെക്കും കഴിഞ്ഞ് പ്രതിമയുടെ അടുത്തേക്ക് നടന്നു. നമുക്ക് ദൂരെ നിന്ന് തന്നെ പ്രതിമയുടെ മനോഹരമായ ദൃശ്യം കാണുവാൻ സാധിക്കും. കൂടാതെ നടന്നു പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അവിടെ ഒരു എസ്കലേറ്ററും വെച്ചിട്ടുണ്ട്. വ്യൂയിങ് ഗാലറിയിലേക്ക് പോകുന്ന വഴിയിൽ തന്നെ നമ്മളെക്കാത്ത ഒരുപാട് കാഴ്ചകൾ കാത്തിരിക്കുന്നുണ്ട്. വളരെ വിശാലമായ താഴത്തെ നിലയിൽ സർദാർ വല്ലഭായ് പട്ടേലിനെ കുറിച്ചുള്ള വിവരങ്ങളും ഇന്ത്യയുടെ ചരിത്രവും മറ്റും വിശദീകരിക്കുന്ന ചിത്രങ്ങളും കാണാം. അവിടെ നിന്ന് നേരെ പോയത് വ്യൂയിങ് ഗാലറി കാണുവാനായിരുന്നു. 182 മീറ്റർ ഉയരമുള്ള പ്രതിമയുടെ നെഞ്ചിൻ്റെ ഭാഗത്തായാണ് വ്യൂയിങ് ഗാലറി സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് നർമ്മദ നദിയും സർദാർ സരോവർ ഡാമും കാണുവാൻ സാധിക്കും. അവിടെ നിന്ന് നേരെ പോയത് ജംഗിൾ സഫാരിയിലേക്കായിരുന്നു. പ്രതിമയുടെ അടുത്ത് നിന്ന് പുറത്തേക്ക് പോകുവാൻ നമുക്ക് സൗജന്യ ഇലക്ട്രിക് വാൻ ലഭ്യമാണ്. ഈ കോംപ്ലക്സിന് ചുറ്റും ഇതുപോലെ നിരവധി ഇലക്ട്രിക് വാനുകൾ സഞ്ചാരികളെ കയറ്റി ഓടുന്നുണ്ട്. അവിടെ നിന്ന് ജംഗിൾ സഫാരിക്കായി 4ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ നടന്നു. ജംഗിൾ സഫാരിയിലേക്ക് സൗജന്യമായി ഇലക്ട്രിക് ബസ്സുകൾ ലഭ്യമാണ്. 200 രൂപയാണ് ജംഗിൾ സഫാരിയുടെ ടിക്കറ്റ് റേറ്റ്. ഉച്ചസമയമായതിനാൽ തന്നെ പല മൃഗങ്ങളും ഉറക്കത്തിലായിരുന്നു. എന്നിരുന്നാലും ഒരുപാട് പക്ഷി മൃഗാദികളെ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ കാഴ്ചകളൊക്കെ നിങ്ങൾ നേരിട്ട് തന്നെ അനുഭവിച്ചറിയണം. ഇവിടെയും നമുക്ക് സൗജന്യ ഇലക്ട്രിക് വാനുകൾ ലഭ്യമാണ്. പ്രായമായവർക്ക് അത് വലിയൊരു ഉപകാരമാണ്. കൂടാതെ പ്രതിമയുടെ അടുത്ത് നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുവാനും സൗജന്യ ഇലക്ട്രിക് ബസ്സുകൾ ലഭിക്കും. ഏക്താ നഗർ റെയിൽവേ സ്റ്റേഷനാണ് തൊട്ടടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ. ഞാൻ പോയത് ഏക്താ നഗർ ബസ് സ്റ്റാൻഡിലേക്കാണ്. അതും അവിടെയുള്ള പിങ്ക് ഓട്ടോറിക്ഷയിൽ. അത് ഓടിക്കുന്നത് വനിതകളാണ്. ഇത് സൗജന്യ യാത്രയല്ല, നമ്മൾ പൈസ കൊടുക്കണം. അങ്ങനെ ഞാൻ പിങ്ക് ഓട്ടോറിക്ഷയിൽ ബസ് സ്റ്റാൻഡിലേക്ക് യാത്ര തിരിച്ചു. ഇനി നമുക്ക് അടുത്ത യാത്രയിൽ കാണാം.